എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ ആളുകൾ ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ചോദ്യവുമായി കണക്റ്റഡാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. അതായത് ഈ ഒരു കൺസൾട്ടിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ പല സ്ഥാപനങ്ങളെ പറ്റി മനസ്സിലാക്കുകയും അവരുടെ കൂടെ അവരുടെ പ്രവർത്തനത്തിലൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ ചോദിക്കാറുള്ള കാര്യമുണ്ട്, ഞങ്ങൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഞങ്ങളുടെ സ്ട്രാറ്റജികൾ എത്രത്തോളം യുണീക്കായിട്ട് നിങ്ങൾക്ക് തോന്നി, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജിയെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സിമ്പിളാണ്, മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതാണോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ നൽകണമെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമുണ്ട്, ഒരു 5 ലെവൽ ഓഫ് യുണീക്ക്നെസ് എന്ന് പറയുന്ന അവസ്ഥ. അതായത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ യുണീക്ക്നെസ്, നമുക്ക് മാത്രമെന്ന് അവകാശപ്പെടാവുന്ന ബിസിനസ് തന്ത്രങ്ങൾ മെനയുന്നതിലുള്ള കഴിവ് എത്രത്തോളം നമുക്കുണ്ട്, അതെങ്ങനെയാണ് ചിട്ടയായ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റുക, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യണത്. കാരണം ഒരു സ്ട്രാറ്റജിയും 100% യുണീക്കല്ല. പല ആളുകൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജികളും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ചിലപ്പോഴൊക്കെ ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ബന്ധമുള്ളതായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിയും 100% ഐഡൻറ്റിക്കലും അല്ല, 100% ഒരേപോലെ തന്നെയല്ല. ഒരേ സ്ഥാപനത്തെ നോക്കി ഫോളോ ചെയ്ത് ചെയ്യുന്ന ആളുകൾ വരെ ചെയ്തു വരുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലുള്ള ഒരു ലെവലാണ് ഓർഗനൈസേഷനിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടേക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 എക്സ്ട്രീമുകളിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടി വരും. ഒന്ന്, ഒരേപോലെ ഏകദേശം തോന്നാവുന്ന കാര്യങ്ങൾ, പക്ഷേ 100% ഒരേപോലെയല്ല, ഒട്ടും ബന്ധമില്ലാന്ന് തോന്നുന്ന അവസ്ഥ, പക്ഷേ എന്നാൽ അത്രയും മാറ്റങ്ങളും ഉണ്ടാവില്ല, കുറച്ച് കണക്ഷൻസ് ഉണ്ടാവും. ഈ രീതിയിലാണ് സ്ട്രാറ്റജികളുടെ യുണീക്ക്നെസ്സിനെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്ട്രാറ്റജിയുടെ ഡെഫിനേഷൻ തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആവുകയാണ്. ആൻഡ് ഓർഗനൈസേഷൻസ് യുണീക്ക് വേ ഓഫ് സസ്റ്റൈനബിൾ വാല്യൂ ക്രിയേഷൻ എന്ന് പറയേണ്ടി വരും സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഒരു ഓർഗനൈസേഷൻ്റെ വ്യത്യസ്തമായ രീതി, അതായത് ഒരു സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വാല്യൂ കൊടുക്കുന്നത്, അത് കസ്റ്റമർക്കാവട്ടെ, സപ്ലയർക്കാവട്ടെ, എംപ്ലോയിക്കാവട്ടെ, അതിലവർ ഫോളോ ചെയ്യുന്ന എന്ത് യുണീക്ക് വേ ഉണ്ട്, അതിനെ നമുക്കൊരു സ്ട്രാറ്റജി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ലോകപ്രശസ്തരായ മൈക്കിൾ പോർട്ടർ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്, ഡിഫറൻഷിയേഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് വാട്ട് സ്ട്രാറ്റജി ഈസ് ഓൾ അബൌട്ട് എന്നുള്ളത്. ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഹൃദയമായിട്ട് പറയപ്പെടുന്നത് തന്നെ എന്ത് വ്യത്യസ്തത നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്ന, മാനേജ് ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, നമ്മൾ യുണീക്കായി നിൽക്കുക എന്നുള്ളത്. അത് മാർക്കറ്റിൽ നമ്മളെ ലീഡർ ആവാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാനൊക്കെ തീർച്ചയായിട്ടും സഹായിക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെ അസസ് ചെയ്യും, ഏത് ലെവൽ ഓഫ് യുണീക്ക്നെസ്സാണ് നമുക്കുള്ളത്, അത് നമുക്ക് ഈ 5 ലെവലിലൊന്ന് നോക്കാം. ആദ്യത്തെ ലെവൽ, യുണീക്ക് ടു ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന് യുണീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, മുൻകാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ പറയുന്നൊരവസ്ഥയുണ്ട്, ഇതിപ്പോൾ നമുക്കൊരു പുതിയ അനുഭവമാണ്, വ്യത്യസ്തമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇമാജിനറി യുണീക്ക്നെസ്സാണ്. ലോകത്ത് പലയിടത്തും ഇതൊക്കെ ഉണ്ടാവും, നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ അടുത്തും ചിലപ്പോൾ ഉണ്ടാവും, നമുക്കത് അറിയാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്യണത് എന്ന വിശ്വാസത്തോടുകൂടി ചെയ്യണം. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഓഫ് യുണീക്ക്നെസ് എന്ന് മാത്രം വിളിക്കാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ചിന്തിക്കുക, അതൊരു ഇമാജിനറി യുണീക്ക്നെസ്സാണ്, നമുക്ക് മാത്രം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും. ഇതാണ് ആദ്യ ലെവൽ. ലെവൽ 2, യുണീക്ക് ടു ദ റീജിയൻ. ഇവിടെ മുതലാണ് നമുക്ക് ചർച്ച കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇതൊരു ലോക്കൽ യുണീക്ക്നെസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരു റീജിയണിൽ മറ്റാരിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഇത് വേറെ റീജിയണിലെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും, അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ലോക്കൽ പ്ലെയർ ആണ് എങ്കിൽ, നമ്മളൊരു നിശ്ചിതമായ സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന ഒരാൾ അന്യ സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഉള്ള ചില ബെസ്റ്റ് പ്രാക്ടീസസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതൊരു യുണീക്ക്നെസ് ആയിട്ട് തോന്നുന്നു. എങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. യുണീക്ക് ടു ദ റീജിയൻ. 3, യുണീക്ക് ടു ദ മാർക്കറ്റ്. യുണീക്ക് ടു ദ മാർക്കറ്റ്. ഈ റീജിയനും മാർക്കറ്റും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റാണ് നമ്മൾ എടുക്കണമെങ്കിൽ, ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ തന്നെ പാസഞ്ചർ കാർസ് ഉണ്ട്, കമേഴ്ഷ്യൽ വെഹിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സ് ഉണ്ട്, 2 വീലർ, ഇങ്ങനെ പല പല സെഗ്മെൻറ്റായിട്ട് നമുക്ക് എടുക്കാമല്ലോ. ഇതിൽ ചിലപ്പോൾ ഓട്ടോമോട്ടീവിൽ തന്നെ ഈ പ്രീമിയം കാറുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡുകൾ നമ്മൾ കൊണ്ടുവന്ന് ബൈക്ക് വിൽക്കുന്ന സ്ഥാപനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുണീക്ക് ടു ദ മാർക്കറ്റ് ആയിരിക്കും. അത്തരം സെഗ്മെൻറ്റിൽ, ആ ടൈപ്പ് മാർക്കറ്റിൽ ഇല്ലാത്തതും വേറെ ചിലർ ഫോളോ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് യുണീക്ക് ടു ദ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അത്തരം ചില സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഇൻഡസ്ട്രി ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് നമ്മുടെ ആളുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു യുണീക്ക്നെസ് ആയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തോന്നും. ഇതാണ് യുണീക്ക് ടു ദ മാർക്കറ്റ്. 4ാമത്തെ ലെവല്, യുണീക്ക് ടു ദ ഇൻഡസ്ട്രി.
നമ്മൾ ഏത് മേഖലയിലാണോ ബിസിനസ് ചെയ്യണത്, മേ ബി ഫേർണിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിരിക്കാം, കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഇൻഡസ്ട്രിയിലുള്ള സ്ഥാപനമായിരിക്കാം, റീറ്റെയിലായിരിക്കാം, നമ്മുടെ മേഖലയിൽ ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അപ്പാരൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ആരും ചെയ്യാത്തൊരു കാര്യം, അത് ചിലപ്പോൾ ജ്വല്ലറി ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ടാവും, അതെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ചെയ്യുന്നു. ഇതാണ് യുണീക്ക് ടു ദ ഇൻഡസ്ട്രി. ഇത് ചിലപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് ഒരു മേൽക്കൈ നേടാൻ സഹായിക്കുന്ന കാര്യമായിരിക്കും. അഞ്ചാമത്തെ കാര്യം, യുണീക്ക് ടു ദ വേൾഡ്. ഇവിടെയാണ് ഗ്ലോബൽ യുണീക്ക്നെസ് എന്നൊക്കെ പറയുന്നത്. ഹൈ ലെവൽ ഇന്നോവേഷൻ, ലോകത്താരും ചെയ്തിട്ടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന കമ്പനി. ഇവിടേക്കാണ് ഒരു ലോകോത്തര പ്ലെയറായി മാറാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരിലേക്കും ഫാസ്റ്റായി റീച്ച് ചെയ്യുന്നതാണ് യുണീക്ക് ടു ദ വേൾഡ് എന്ന് പറയുന്നത്. ഇതാണ് ഈ 5 ഘട്ടങ്ങൾ, 5 ലെവലുകൾ. കാരണം ഒന്നിനേക്കാൾ മികച്ചതെന്ന് പറയുന്ന അവസ്ഥയാണ്. എല്ലാം ഒരു സ്ഥാപനത്തിൻ്റെ ആംബിഷനും അതിൻ്റെ സ്കോപ്പും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ലോകത്ത് നമ്മളൊരു ഡിസ്റപ്ഷൻ കൊണ്ടുവന്ന് ഒരു ഗ്ലോബൽ ഇന്നോവേറ്ററൊക്കെ ആയി മാറണമെങ്കിൽ, അതായത് ലോകം കണ്ടിട്ടില്ലാത്ത വിപ്ലവങ്ങളൊക്കെ ബിസിനസ്സിൽ കൊണ്ടുവരണമെങ്കിൽ ലെവൽ 5 ആണ് നമുക്ക് ആവശ്യം. നേരെ മറിച്ച് ഒരു ലോക്കൽ പ്ലെയറായിട്ട് ഗംഭീരമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കണമെങ്കിൽ രണ്ടാമത്തെ ലെവൽ നമ്മൾ സക്സീഡ് ചെയ്താൽ മതി. എന്തായാലും ഈ ലെവൽ 1 എന്ന് പറയുന്ന ഒരു തരത്തിലൊരു ട്രാപ്പാണ്. അതും പറഞ്ഞിരുന്ന് സമയം കളയരുത്. പലർക്കും സംഭവിക്കുന്ന കാര്യം, ഞങ്ങളാണ് സംഭവം, ഞങ്ങളുടെ സ്ഥാപനത്തിലേ ഉള്ളൂ എന്നും വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെയാണ് ഈ ബെഞ്ച് മാർക്കിങ്ങിൻ്റെയും കോമ്പറ്റീറ്റർ അനാലിസിൻ്റെയും മാർക്കറ്റ് റിസർച്ച്, R&D തുടങ്ങിയ കാര്യങ്ങളുടെ ആവശ്യകത. ഞങ്ങളെ പോലുള്ള കൺസൾട്ടൻസ് പലപ്പോഴും വാല്യൂ അഡീഷൻ കൊണ്ടുവരുന്ന ഒരു ഏരിയയും ഇതാണ്. ഒരു യുണീക്ക്നെസ്, ഏത് ലെവൽ ഓഫ് യുണീക്ക്നെസ് ആ ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനുള്ള ശാസ്ത്രീയമായ ടൂൾസും മെത്തേഡ്സൊക്കെ വെച്ചാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഒരു അറിവിലേക്ക് മനസ്സിലാക്കുക, ഇങ്ങനെ 5 ലെവൽ ഓഫ് യുണീക്ക്നെസ് ഉണ്ട്. നമ്മളതിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഏത് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുക്കുന്നു എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. താങ്ക് യു.